നമസ്കാരം EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ സൗദി അറേബ്യയിലെ ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് ലെവി ബാധകമാകുന്നു. ഇതോടെ രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും ലെവി ബാധകമാകും. 4 ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് നിലവിൽ ലെവി ബാധകമല്ല. പരമാവധി 9 വിദേശികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ലെവിയിൽ ഇളവ് അനുവദിച്ചിരുന്നു. എന്നാൽ രാജ്യത്തെ മുഴുവൻ വിദേശ തൊഴിലാളികൾക്കും 4 മാസത്തിനകം ലെവി ബാധകമാക്കുമെന്നാണ് സൂചന. ഏപ്രിൽ അവസാനത്തോടെ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്ത് ആരംഭിച്ച ചെറുകിട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 80% ലെവി മടക്കി നൽകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിനായി സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രണേഴ്സ് അതോറിറ്റി സംരംഭകരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ലെവി ഉൾപ്പെടെയുള്ള ചിലവുകൾ പുതിയ സംരംഭകരെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് 80% ലെവി മടക്കി നൽകാൻ തീരുമാനിച്ചത്. അതേസമയം ലെവി സംബന്ധിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് ഉടൻ പുറത്തുവരുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. അതിനിടെയാണ് 4-ൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലും ലെവി ബാധകമാക്കാൻ ആലോചിക്കുന്നത്. റിയാദ് അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ KG വിഭാഗം ഗ്രാജുവേഷൻ സെറമണി വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തകൻ ഇബ്രാഹിം സുബ്ഹാൻ ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളുടെ ഗുണവും ദോഷവും തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് കഴിയണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാവിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലും സമയം പാഴാക്കാതെ മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കണം. ഇത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വ്യക്തിത്വ വികസനത്തിനും സഹായിക്കും. മാത്രമല്ല സ്നേഹസമ്പന്നമായ കുടുംബ ബന്ധം സൃഷ്ടിക്കാൻ ഇതുവഴി കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. My dear parents, she didn't scold you. She didn't blame you. She didn't mock at you. She didn't do anything like that. Instead she congratulated you, appreciated you. Why is it, ma? Where is it? How is it? What is that? If they keep asking questions like that, we can make sure that they are creative, because curiosity is a token of creativity. The students will not be stand up here without the teachers. I acknowledge all the teachers here, those who done a great job for our students. Please supported with all sort of equipment like microscope and other facilities to ensure they are doing the activities before they go back to the books. So that is why I just thought of to introduce it, and the brochures and further details are down there. Members of our ladies especially, they have no time, they are not sparing much time to their kids. That is the result of the calamity that we are facing in this entire world. കലാവിഭാഗം അധ്യാപകൻ അസീസ് മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒപ്പന, വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു. സ്വകാര്യ മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 5 മേഖലകളിൽ കൂടി സൗദിവൽക്കരണം നിർബന്ധമാക്കുന്നു. കൂടുതൽ വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ, സ്പെയർ പാർട്സ് കടകൾ, കെട്ടിട നിർമ്മാണ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, കാർപ്പറ്റ് കടകൾ, ചോക്ലേറ്റ് പലഹാര കടകൾ എന്നീ സ്ഥാപനങ്ങളാണ് നാളെ മുതൽ സൗദിവൽക്കരണത്തിന്റെ പരിധിയിൽ വരിക. ഈ വിഭാഗം സ്ഥാപനങ്ങളിൽ 70% സൗദിവൽക്കരണമാണ് നടപ്പാക്കേണ്ടത്. ഈ വിഭാഗം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 10,000 വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിന് സൗദി അറേബ്യയിൽ പുതിയ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കി. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് ഇനി ഇളവില്ല, പരിശീലനം നിർബന്ധം. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ നടപ്പാക്കിയതോടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പടിക്കുപുറത്ത്. ആവശ്യമായ രേഖകൾ സഹിതം ഡ്രൈവിംഗ് സ്കൂളിലെത്തുന്നവർക്ക് 30 മണിക്കൂർ വരെ പരിശീലനം നിർബന്ധമാക്കിയതോടെയാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പടിക്കുപുറത്തായത്. സൗദി അറേബ്യയിൽ വാഹനാപകടങ്ങൾ കുറയ്ക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ട്രാഫിക് വകുപ്പ് പ്രത്യേക നിബന്ധനകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയിരുന്നു. നന്നായി ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മിനിമം 6 മണിക്കൂറും അല്ലാത്തവർ 30 മണിക്കൂറും അംഗീകൃത സ്കൂളുകളിൽ ചെന്ന് പരിശീലനം നേടിയിരിക്കണമെന്നാണ് വ്യവസ്ഥ. സൗദി അറേബ്യ അംഗീകരിച്ച ഏതാനും വിദേശ രാജ്യങ്ങളുടെ ലൈസൻസ് നേടിയവരെ മാത്രമേ ഈ പരിശീലന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ. ഇതോടെയാണ് ഇന്ത്യൻ ലൈസൻസ് അപേക്ഷയോടൊപ്പം പരിഗണിക്കാതെ പോകുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്.